ഹലോ നമസ്കാരം, റഫീഖ് തോട്ടുമുക്കാണ്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ മുക്കം, അതുപോലെ മുക്കം മണാശ്ശേരി ഭാഗം, അതുപോലെ കൂടരഞ്ഞി, ഇതിൻ്റെ ചില പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, അതുപോലെ തോട്ടക്കാട് ഭാഗങ്ങളിലൊക്കെ ഭൂമിയുടെ അടിയിൽ നിന്നും ഒരു അസാധാരണ ശബ്ദം കേട്ടു എന്നുള്ള ഒരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം തഹസിൽദാർ, അതായത് താമരശ്ശേരി താലൂക്ക് തഹസിൽദാരൊക്കെ ഇപ്പൊ പരിശോധനയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം ഒരു കൂടരഞ്ഞി ഭാഗത്താണുള്ളത്. 10 കാണും സമയം. അപ്പൊ ഞാൻ ആ അടുക്കളയുടെ ജനലിൽ അവിടെ നിൽക്കുന്നു. ഭയങ്കരമായിട്ട് ജനലൊക്കെ ഒന്ന് കുടുങ്ങി ഒരു കിലി ശബ്ദം ഉണ്ടാക്കി. അത് ഇച്ചിരി നേരം നിന്നു, കഴിഞ്ഞു പരിപാടി, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ മൂപ്പരോട് ഇല്ലായിരുന്നു, ചോദിച്ചപ്പോ അവരെ അതൊക്കെ വീട്ടിൽ കൂടി അങ്ങനെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. അത്രേ നമുക്ക് അറിയാവുള്ളൂ. അപ്പം അരിസാറാണ് അതിന്റെ വന്നിട്ടുള്ളത്, തഹസിൽദാർ, പിന്നെ ഡെപ്യൂട്ടി തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എല്ലാവരും ഉണ്ട്. ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോട് കൂടിയിട്ട് വീടുകളിൽ ഒരു പ്രകമ്പനം ഉണ്ടായി. പിന്നെ ഭൂമിന്റെ അടിയിൽ നിന്ന് ശക്തമായ ശബ്ദം കേട്ടെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ഒക്കെ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അവര് നിർദ്ദേശപ്രകാരമാണ് ഇപ്പം ആളുകളൊക്കെ എത്തിയിട്ടുള്ളത്. ഈ കൂടരഞ്ഞി ഭാഗങ്ങളിൽ രാവിലെ ശബ്ദം കേട്ടതായിട്ട് ഇതുണ്ട്. എന്താണ് അതിന്റെ ഒരു പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ബന്ധപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഇത് ഭൂചലനമാണോ എന്നുള്ളത് അറിയില്ല. വീടിന്റെ ജനലുകളിൽ ശബ്ദം കേട്ടു, മറ്റ് ചാരി വെച്ച കോണികൾ മറ്റും മറിഞ്ഞു വീണതായി ഈ ആളുകൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ആ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തിനകം ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഇത് കൈമാറിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടോട് കിട്ടിയതിന് ശേഷമേ പ്രതികരിക്കാൻ പറ്റും. എന്തായാലും വിവിധ ഭാഗങ്ങളിലെ ശബ്ദം കേട്ടു എന്ന് തന്നെയാണ് ആളുകൾ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇത് ഭൂചലനമാണോ അല്ലാത്തതാണോ എന്നുള്ളതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പം പരിശോധന തുടരുകയാണ്.